എന്നതുപോലെയൊക്കെ തന്നെ അതുപോലെ ഐതറിനറിയാം. അങ്ങനെ ഓരോരുത്തർ നമുക്ക് അറിയാലോ. ആ ഒരു ബേസിലുള്ള പരിചയം. പിന്നെ മാത്രമല്ല, ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു. ഈ പറയുമ്പോഴാണ് ഇതിനെപ്പറ്റി എന്തൊക്കെയാ പറയണെന്നുള്ളത്. എന്നോട് വേറൊരാൾ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അപ്പത്ര കാര്യമായിട്ട് എടുത്തില്ല. എനിക്ക് പൈസ വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ ഓരങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് വെച്ചാല് ഹാമിദിനെതിരായാലും ഫിറോസിനെതിരായാലും ഒക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത്. അല്ല, പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവര് നിർത്തിയല്ലോ. ഇവര് നിർത്തുന്നുണ്ടല്ലോ. ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമിദിന്റെ കാര്യമായാലും ആരുടെ കാര്യമായാലും ഓര് നിർത്തുകയാണ്. പോക്ക് പോണത് ഈ മയ്യൽ ജാഫറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത്. ആ സ്ത്രീന്റെ അടുത്തേക്ക്. അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ്. വിചാരിക്കുന്നിടത്തൊന്നല്ല. കാരണം ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയണത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തൊന്നും. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാലും നാട്ടുകാരെ അറിയില്ല എന്നൊന്നും നമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അങ്ങനെയൊന്നും ആലോചിക്കുന്നതെന്നല്ലാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാ? അതിന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ്. പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്ന് ഈ ജാഫറിന്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങാം, അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്ത ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങാം. ഇത് കേട്ടതോടുകൂടി ഈ രീതിയിലാണ് ഇതിന്റെ സാധനം പോകുന്നത് മനസ്സിലാക്കിയോടി കയ്യിൽ നിന്ന് പോയി. അവിടെയാണ് എനിക്ക് പാടി. ഇയാളെന്തോ ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിരുന്നു, അയാളുടെ കുറെ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണിത്. കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും ഇവര് ഐദറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഐദർ എന്നിട്ട് അത് പിന്നെ എത്ര 5 കോടി മേടിക്കണമെന്നോ 10 കോടി മേടിക്കണമെന്നോ ഒക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിട്ടൊക്കെയുള്ള കഥകളാണ്. ഇത് കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇത് കയ്യിൽ നിന്ന് പോവുമല്ലോ, എവിടെയെങ്കിലൊക്കെ പണി കിട്ടും എന്നുള്ള സാധനം വന്നപ്പോ ഞാനത് എന്ത് ചെയ്തു, ഞാൻ ആ കേസ് വിട്ടു. അതാണ് ഉണ്ടായത്. സീനന്റെ കഥ. സീനന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബെസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് ഒരു മെഡിക്കേഷൻ സെന്റർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ സാധനം പോലെ, അല്ലെങ്കിൽ ഒരു മർമ്മ തെറാപ്പി ടൈപ്പ് ഓഫ് സാധനമാണല്ലോ. ഇത് പറഞ്ഞിട്ട് ഞാൻ ഐദറിനോട് ഐദർ ഈ പരിപാടിക്ക് കൂട്ടുന്ന തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഐദറിനോട് ഞാൻ LLBന്റെ എൻട്രൻസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. ജോയിൻ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ നേരത്തെ എനിക്കൊരു 19,000 റുപ്യന്റെ ആവശ്യം വന്നപ്പോ ഞാൻ ഐദറിനോട്, നമ്മൾ ബേസിക്കലി ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഐദറിനോട് ചോദിച്ചു. അപ്പൊ ഐദറിനോടാണ് എനിക്ക് 50,000 അല്ലേ, അത് ഞാൻ സംഘടിപ്പിച്ചാൽ ഇതിന്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ആ പോക്കില് ഇബ്നു സീന മെഡിക്കേഷൻ സെന്ററിൽ വീഡിയോ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഒരെണ്ണം എത്തിച്ചു. ഓക്കെ, അങ്ങനെ എത്തിച്ച് അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു, ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസന്റെ ഒപ്പം ഓര് മേടിച്ചു എന്നുള്ള സാധനമൊക്കെ പിന്നെ വന്ന് ഞാൻ പിന്നെ അത് അങ്ങനെ വിട്ടു. അത്രേ ഉള്ളൂ. എത്ര വാങ്ങി വെച്ചാൽ അതിന്റെ പേരിൽ 1.5 മേടിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു, എന്റെ പഠനം കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇവർ കണക്റ്റഡ് ആവുന്നു. പക്ഷെ ഇവർ ഇമാതിരി നാറികളാണെന്ന് പിന്നെ മനസ്സിലാവുന്നത്, ഇത്ര ഭീകരമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത് ആ യാത്രയാണ്. ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് എൻഡുമാണ്.